പിണറായിയും കാനവും പറയട്ടെ. വേണ്ടത്ര അംഗങ്ങളില്ലാതെ വിവരാവകാശ കമ്മീഷൻ നോക്കുകുത്തിയായത് അറിഞ്ഞതോ അതോ അറിഞ്ഞിട്ടും കണ്ടഭാവം നടിക്കാത്തതോ? മന്ത്രിസഭാ രഹസ്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന കാനവും CPIയും എന്തു പറയുന്നു? കാനത്തിന് മറുപടി പറഞ്ഞ് സമയം പാഴാക്കുന്ന മുഖ്യമന്ത്രി ഈ അവസ്ഥയ്ക്ക് സമാധാനം പറയണം. വിവരാവകാശ നിയമത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന നിങ്ങൾ രണ്ടു കൂട്ടരും ഇപ്പോൾ കാട്ടുന്ന ഇരട്ടത്താപ്പിന് മറുപടി പറയേണ്ടി വരും. അറിയാനുള്ള അവകാശത്തിന് വില കൽപ്പിക്കാത്ത നാടായി കേരളം മാറുകയാണോ? എന്തുകൊണ്ട് സർക്കാരുകൾക്ക് വിവരാവകാശ കമ്മീഷനോട് ഈ മനോഭാവം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മുത്തലാഖിൽ മാറ്റങ്ങളാകാമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിൽ. മാറ്റമുണ്ടാകേണ്ടത് സമുദായത്തിൽ, ബാഹ്യ ഇടപെടലിന്റെ ആവശ്യമില്ലെന്നും വ്യക്തി നിയമ ബോർഡ്. അഗ്നിശമന മാനദണ്ഡങ്ങൾ ലംഘിച്ച് വൻകിട മാളുകളുടെ പ്രവർത്തനം നിർബാധം. പലതിന്റെയും പ്രവർത്തനം ഫയർ NOC ഇല്ലാതെ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കൊച്ചി ഒബ്രോൺ മാളിലെ അഗ്നിബാധയിൽ വൻ നാശനഷ്ടം. മാളിന്റെ 4ാം നില കത്തി നശിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട്ട് മിഠായി തെരുവിൽ 223 കടകൾക്ക് അടച്ചുപൂട്ടൽ നോട്ടീസ്. പാലക്കാടും റാൻസംവെയർ ആക്രമണം. റെയിൽവേ ഡിവിഷണൽ ഓഫീസിലെ 23 കമ്പ്യൂട്ടറുകളിൽ വൈറസ് ബാധ. സൈബർ ആക്രമണം പേഴ്സണൽ അക്കൗണ്ട്സ് വിഭാഗങ്ങളിൽ. പിണറായിയും കാനവും കാണണം. പ്രവർത്തനം താളം തെറ്റിയ വിവരാവകാശ കമ്മീഷന്റെ ഗതികെട്ട അവസ്ഥ. 1.5 വർഷമായി കമ്മീഷനിൽ അംഗങ്ങളില്ല. ഉള്ളത് മുഖ്യ കമ്മീഷണർ മാത്രം. നടപടിയെടുക്കാതെ സർക്കാരിന്റെ ഒളിച്ചുകളി. കെട്ടിക്കിടക്കുന്നത് 15,000-ഓളം അപേക്ഷകൾ. CPMനെതിരായ വീഡിയോ പ്രചാരണത്തിൽ കുമ്മനം രാജശേഖരനെതിരെ അന്വേഷണം. കണ്ണൂരിൽ അക്രമം അഴിച്ചുവിടുന്നത് RSS എന്ന് കോടിയേരി. പ്രശ്നക്കാർ CPM എന്ന് അമിത്ഷാ. തിരുവനന്തപുരത്ത് BJP നേതാവിന്റെ കൊലവിളി പ്രസംഗം. നെയ്യാറ്റിൻകര പോലീസ് സ്വമേധയാ കേസെടുത്തു. ഉന്നത നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ച് CBIയും ആദായ നികുതി വകുപ്പും. P ചിദംബരത്തിന്റെയും മകന്റെയും ഓഫീസുകളിലും വസതികളിലും CBI റെയ്ഡ്. ലാലു പ്രസാദ് യാദവുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട് കേസുകളിലും പരിശോധന. തന്നെയും മകനെയും കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നുവെന്ന് ചിദംബരം. കേരളത്തിൽ കാലവർഷം മെയ് 30-നെത്തും. മഴയെത്തുന്നത് പ്രതീക്ഷിച്ചതിലും 2 നാൾ മുമ്പേ. കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. അറിയാനുള്ള അവകാശത്തിന് വില കൽപ്പിക്കാതെ കേരളം. വിവരാവകാശ കമ്മീഷൻ നോക്കുകുത്തി. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ 1.5 വർഷമായി അംഗങ്ങളില്ല. 5 കമ്മീഷൻ അംഗങ്ങളുടെ ഒഴിവ് നികത്താനാവാത്തതോടെ കമ്മീഷന്റെ പ്രവർത്തനം പൂർണ്ണമായി താളം തെറ്റി. 15,000-ഓളം അപ്പീൽ അപേക്ഷകളാണ് കമ്മീഷനിൽ കെട്ടിക്കിടക്കുന്നത്. UDF സർക്കാർ നടത്തിയ നിയമനത്തെ എതിർത്ത LDFനും തങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് അംഗങ്ങളെ നിയമിക്കാൻ ഇച്ഛാശക്തിയില്ല. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസൻ എംപോൾ അടക്കം 6 കമ്മീഷൻ അംഗങ്ങൾ പ്രവർത്തിച്ചിരുന്നിടത്ത് ഒരാൾ മാത്രം. ഫലമോ 15,000-ലധികം അപ്പീൽ അപേക്ഷകൾ കുന്നുകൂടി. പരമാവധി 60 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കേണ്ട വിവരാവകാശ അപേക്ഷകളിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തീരുമാനമാകാത്തവയുണ്ട്. വിവരാവകാശ അപേക്ഷകളിൽ അവസാന അപ്പീൽ അധികാരിയായി പ്രവർത്തിക്കേണ്ട കമ്മീഷൻ ദുർബലമായതോടെ വിവരാവകാശ നിയമത്തിന്റെ സാധുത പോലും ചോദ്യം ചെയ്യപ്പെടുന്നു. കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാൻ UDF സർക്കാർ നടത്തിയ നീക്കങ്ങളിൽ ഗവർണർ ഇടപെട്ടതോടെ നിയമനം ഇപ്പോൾ കോടതിക്ക് മുന്നിലാണ്. അംഗങ്ങളായി കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുത്തവർ കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയെങ്കിലും പുതിയ സർക്കാരിന്റെ അപ്പീലിന്മേൽ ഡിവിഷൻ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്തു. ഇതോടെ കോടതി ഇടപെടലില്ലാതെ ഇനി വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം നടക്കില്ല. വിവരാവകാശ നിയമത്തിന്റെ സംരക്ഷകരാകുമെന്ന് അവകാശപ്പെട്ട അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ കോടതി വ്യവഹാരങ്ങളുടെ ന്യായീകരണം ഉയർത്തിക്കാട്ടി ഇക്കാര്യത്തിൽ ചെറുവിരലനക്കുന്നില്ല. അപ്പീൽ തീർപ്പാകുന്നതുവരെ കാത്തിരിക്കാതെ സർക്കാരിന് ഇച്ഛാശക്തിയുണ്ടെങ്കിൽ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം വേഗത്തിൽ സാധ്യമാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കാലങ്ങളായി രാഷ്ട്രീയ കക്ഷികളുടെ താൽപര്യ സംരക്ഷകരെയാണ് കമ്മീഷൻ അംഗങ്ങളായി തെരഞ്ഞെടുക്കാറ്. രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുടെ നിസ്സംഗത മൂലം വിവരാവകാശ നിയമം തന്നെ സംസ്ഥാനത്ത് അട്ടിമറിക്കപ്പെടുകയാണെന്നാണ് ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം.
പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് CPI നേതാവ് ജനയുഗത്തിന്റെ എഡിറ്റർ കൂടിയായ ശ്രീ രാജാജി മാത്യു തോമസ്, ഒപ്പം തന്നെ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു, വിവരാവകാശ പ്രവർത്തകൻ കൂടിയായ അഡ്വക്കേറ്റ് DB ബിനു, ഒപ്പം തന്നെ മുൻ വിവരാവകാശ കമ്മീഷണർ ശ്രീ BV ഗിരി എന്നിവരാണ് ഇപ്പോൾ പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുക. ആദ്യം ശ്രീ DB ബിനു, ഈ റിപ്പോർട്ടിൽ കണ്ടതുപോലെ വളരെ ഗൗരവതരമായ, വളരെ ഗുരുതരമായൊരു പശ്ചാത്തലത്തിലൂടെയാണോ, സാഹചര്യത്തിലൂടെയാണോ സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്? കമ്മീഷൻ അംഗങ്ങളില്ല, ഉള്ളത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ മാത്രം. 15,000-ഓളം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. ഒരു തരത്തിലും പറയാൻ വേണമെങ്കിൽ സർക്കാരിന് പറയാവുന്നത് ഒരു കോടതി കേസ്, അതിൽ തന്നെ സർക്കാർ സ്റ്റേ വാങ്ങി എന്ന് പറയാവുന്ന സാഹചര്യം. വളരെ ഗുരുതരമായൊരു സാഹചര്യമാണോ ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്? അതുമാകട്ടെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം ഏകാംഗ കമ്മീഷൻ എന്ന നിലയിലേക്ക് സംവിധാനമാകെ ചുരുങ്ങിയിരിക്കുകയുമാണോ? ഇത്തരത്തിലൊരവസ്ഥ ഇപ്പോൾ 12 വർഷമാകുന്ന വിവരാവകാശ നിയമത്തിൽ ഒരു കാലഘട്ടത്തിലും കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ മൊത്തം പരിശോധിച്ചാലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം 10 കമ്മീഷണർമാരും ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആകാം. കേരളത്തിൽ ഇപ്പോൾ 5 കമ്മീഷണർമാരും ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെയാണ് നിലവിൽ ഒഴിവുകളുള്ളത്. ഈ ഒഴിവ് കാലാകാലങ്ങളിൽ 2015 4 ഒഴിവുകൾ ഉണ്ടായത്, 2016 1 ഒഴിവുണ്ടായി. അങ്ങനെ 6 ഒഴിവുകളുമായി ഗവർണറുടെ മുമ്പിലേക്ക് ഈ സമിതിയുടെ ശുപാർശ ചെല്ലുന്നു. അതിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനം മാത്രം ഗവർണർ അംഗീകരിക്കുന്നു, മറ്റ് തിരിച്ചയക്കുന്നു. ഇതിനെ തുടർന്നുണ്ടായ ആ നിയമക്കുരുക്കിൽ UDF സർക്കാർ തെരഞ്ഞെടുപ്പിന് തോൽക്കുകയും LDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുന്നു. ഈ നിയമന നടപടികൾ പൂർത്തിയാക്കാത്തതുകൊണ്ട് അവസാനം ഏകാംഗ കമ്മീഷനായി ചുരുങ്ങി ഏതാണ്ട് 15,000-ഓളം അപ്പീൽ ഹർജികൾ കമ്മീഷന്റെ മുമ്പിലാണ്. ഏതാണ്ട് 48 മണിക്കൂറിനകം വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനകം വിവരം കൊടുക്കണം. അങ്ങനെ അല്ലാത്തതാണെങ്കിൽ 30 ദിവസത്തിനകം കൊടുക്കണം എന്ന വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് 4-5 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കമ്മീഷൻ എത്തിച്ചതിൽ ഇടതും വലതും ആയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും, നമ്മുടെ ഈ രാഷ്ട്രീയ വർണ്ണരാജികളിലെ എല്ലാ നിറങ്ങളിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്കും ഉത്തരവാദിത്വമുണ്ട്. അവർ അവരുടെ പിണിയാളുകളെ വിവരാവകാശ കമ്മീഷനിൽ തിരികെ കയറ്റാനുള്ള ശ്രമത്തിൽ വന്ന തിരിച്ചടി, പക്ഷെ അതൊരു സൗകര്യമായി കരുതിക്കൊണ്ട് ഈ നിയമത്തെ സംസ്ഥാനത്ത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് UDF ആണെങ്കിലും LDF ആണെങ്കിലും അതിനകത്തുള്ള ഘടകകക്ഷികൾ നേതാക്കളാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മടങ്ങി വരാം ശ്രീ DB ബിനു. DB ബിനു RTI കേരള ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കൂടിയാണ്, അഭിഭാഷകനായ DB ബിനു. ശ്രീ രാജാജി, ഇതിനിടയിൽ CPI എന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് താങ്കൾക്കും പ്രേക്ഷകർക്കും വ്യത്യസ്തമായി അറിയാവുന്നതുമാണ്. ഈ സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭാ രഹസ്യങ്ങൾ, മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശത്തിലൂടെ ലഭ്യമാക്കുന്ന കാര്യത്തിൽ സർക്കാരും CPIയും 2 തട്ടിൽ. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പരസ്യമായി വിമർശിച്ച കാനം, നിങ്ങളുടെ സെക്രട്ടറി, ഈ വിധത്തിൽ വിവരാവകാശത്തിൽ വലിയ നിലയിൽ ഊറ്റം കൊള്ളുന്ന ഒരു പാർട്ടി, നിങ്ങളുടെ സർക്കാർ വന്ന് ഇത്ര മാസങ്ങൾ പിന്നിട്ട് 1 വർഷമാകുമ്പോൾ പോലും ആ കമ്മീഷൻ ഗതികേടിലാണ്, ആ കമ്മീഷൻ നോക്കുകുത്തിയാണ്. കമ്മീഷൻ ഉണ്ടായിട്ട് വേണ്ടേ സർ വിവരാവകാശം വഴി മന്ത്രിസഭാ തീരുമാനങ്ങളും ജനങ്ങൾക്ക് കിട്ടാൻ? അങ്ങനെ ഒരു കമ്മീഷൻ തന്നെ ഗതികെട്ട അവസ്ഥയിലായിട്ടും അതേക്കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? അതും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അതിൽ നിങ്ങൾക്ക് അഭിപ്രായമില്ല എന്നുണ്ടോ? ഇതിനകത്ത് അഭിപ്രായമില്ലായ്മയുടെ പ്രശ്നമല്ലല്ലോ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വിഷയം ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഏറ്റവും വേഗത്തിൽ തീർപ്പുണ്ടാവുകയും കമ്മീഷനിലേക്ക് നിയമനം നടത്താൻ കഴിയുമെന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഭരണതലത്തിൽ ചെയ്യാവുന്ന ഏത് നടപടികളും സ്വീകരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായും സന്നദ്ധമാണ്. ശരിയല്ല സാർ, ശ്രീ രാജാജി, ഭരണഘടനാപരമായ ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാനാകുന്നില്ല എന്ന വിവരം അഡ്വക്കേറ്റ് ജനറലിലൂടെ ഹൈക്കോടതി അറിയിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കാം. എത്രയോ മാസം കഴിഞ്ഞു സർക്കാർ വന്നിട്ട്. ഒന്ന്, ഇനി അതിന്റെ രാഷ്ട്രീയ വശത്തിലേക്ക് വന്നാൽ
UDF വെച്ച കമ്മീഷണർമാരെ LDFന്റെ പേരിൽ ലേബലിൽ കമ്മീഷണർമാരാക്കണ്ട എന്ന ഒരു നിലപാടിലേക്ക് LDF പോകുന്നു. ആ യോഗത്തിലടക്കം ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് CPI. അങ്ങനെ UDF നിയമിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന കമ്മീഷണർമാരെ LDFന്റെ ലേബലിലാക്കണ്ട എന്ന് വാദിച്ച പാർട്ടിയാണ്. മറുഭാഗത്ത് നിങ്ങൾ ഈ മന്ത്രിസഭാ രഹസ്യങ്ങൾ കിട്ടാൻ വേണ്ടി വലിയ ആവേശം കാട്ടുകയും ചെയ്യുന്നു. ഇത് കൃത്യം ഇരട്ടത്താപ്പാണ്. എന്തുകൊണ്ടാണ് ആ നിലപാടെടുത്ത കാനവും CPIയും ഈ കമ്മീഷനെ കൂടി ഊർജ്ജസ്വലമായ ഒരു കമ്മീഷനാക്കാൻ വേണ്ട കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാൻ ഒരു നിലപാട് പരസ്യമായി എടുക്കാതിരുന്നത്? അല്ല, ഇത് താങ്കൾ ഇത് പറയുമ്പോൾ UDF നിർദ്ദേശിച്ച കമ്മീഷൻ അംഗങ്ങളെ വേണ്ട എന്ന് പറഞ്ഞത് LDF അല്ല, മറിച്ച് ഗവർണർ ഇത് തിരിച്ചയക്കുകയാണ് ചെയ്തത്. കാരണം കോടതി ഇത് റദ്ദാക്കി. മതിയായ യോഗ്യതകളില്ലാത്ത കോടതി അത് ഒരു സിംഗിൾ ബെഞ്ചാണത് റദ്ദാക്കിയത്. ഗവർണർ തിരിച്ചയച്ച 5 അംഗങ്ങളുടെ പാനൽ തീർച്ചയായിട്ടും അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി നിയമനം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് കോടതിയെ വീണ്ടും സമീപിക്കാൻ, ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർബന്ധിതമായത്. ഗവർണർക്ക് ഉത്തമ ബോധ്യമുള്ള മതിയായ യോഗ്യതകളില്ലാത്ത ആളുകളാണ് എന്ന് പറയുന്ന നിർദ്ദേശിക്കപ്പെട്ട ആളുകളെ തന്നെ നിയമിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. അല്ല, അതല്ല, അത് ശരിയാണ്. അവിടെയാണ് ശരിയാണ്. ആ യോഗ്യതയെക്കുറിച്ച് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഈ ചർച്ചയിലില്ലാത്ത ഒരു വിവരാവകാശ കമ്മീഷണർ എന്നോട് പറഞ്ഞത്, മുൻ വിവരാവകാശ കമ്മീഷണർ എന്നോട് പറഞ്ഞത്, തീർച്ചയായും ആ ആളുകൾ ഒരു തരത്തിലും യോഗ്യതയില്ലാത്തവരാണ്. ഈ ആക്ടിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് പല മേഖലകളിലും പ്രാവീണ്യമുള്ളവരാകണം, അതില്ലാത്തവരാണ് പലതും. ശരിയാണ്. അതിനോട് വിയോജിക്കുന്ന മുന്നണി യഥാർത്ഥത്തിൽ ഗവർണർ ഇടപെട്ടു. ഗവർണറുടെ റിപ്പോർട്ടിനെ, നിർദ്ദേശത്തെ കോടതി തള്ളുമ്പോൾ പുതിയ നിയമനത്തിന് വേഗത്തിൽ നീങ്ങണമായിരുന്നു. അത് ചെയ്തില്ല. 1. 2, ഇത്തരമൊരു സ്തംഭനാവസ്ഥ അഡ്വക്കേറ്റ് ജനറലിലൂടെ കോടതി അറിയിച്ച് കാര്യങ്ങൾ വേഗത്തിലാക്കാം, അതും ചെയ്തില്ല. പകരം ചെയ്തത് കുറ്റകരമായ മൗനം. പകരം രാഷ്ട്രീയമായി മുഖ്യമന്ത്രി എന്തോ തെറ്റ് ചെയ്യുന്നു എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ഒരു ഭാഗത്ത് മാത്രമേ CPIയും താല്പര്യം കാണിച്ചുള്ളൂ. ഞാൻ അങ്ങനെയാണ് അതിനെ കണ്ടതും പറഞ്ഞതും. മുഖ്യമന്ത്രി ഏതോ തെറ്റ് ചെയ്തു എന്നൊന്നും CPI പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ പറഞ്ഞത് ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിവരാവകാശ നിയമം അനുസരിച്ച് കൊടുക്കാൻ നാം ബാധ്യസ്ഥമാണ്, അത് ചെയ്യാൻ തയ്യാറാവണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ശരിയാണ് രാജാജി, പക്ഷേ അത് പറയുമ്പോൾ അടിസ്ഥാനപരമായി വിവരാവകാശ കമ്മീഷൻ ഇല്ല. 1. 2, ഈ മന്ത്രിസഭാ രഹസ്യമൊക്കെ ചോദിക്കുന്നത് വളരെ കുറച്ച് ആളുകളാണ്. അറിയാനുള്ള അവകാശവുമായി ഒരുപാട് അപേക്ഷകൾ വരുന്നു. 15,000-ഓളം അപ്പീൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. ഇതൊരു ഭാഗം മാത്രവുമല്ല, പൊളിറ്റിക്കലായി വലിയ വിവാദമായി മാറിയ ഘട്ടത്തിൽ കാനം പറഞ്ഞ ഒരുപാട് പരാമർശങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്. വിവരാവകാശത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി മോദിയോ ഉമ്മൻചാണ്ടിയോ ഒന്നും ആകരുതെന്നൊക്കെയുള്ള ഉപദേശങ്ങൾ വിമർശനപരമായി ഉന്നയിച്ചവരാണ്. നിങ്ങൾക്ക് വിവരാവകാശ കമ്മീഷൻ ഇങ്ങനെ ഇട്ട് തല്ലുന്നതിനെ കുറിച്ചുകൂടി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് എടുത്തു കണ്ടില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഒരു പബ്ലിക് ഡിബേറ്റ്, ഒരു പൊതു ചർച്ച ഇപ്പോൾ ഉയർന്നു വന്നതുപോലെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടില്ല. ഒരു പൊതു ചർച്ച ഉയർന്നു വരും. അപ്പോൾ അറിയാവുന്ന കാര്യം ബോധപൂർവം സൗകര്യപൂർവ്വം മറച്ചു വെക്കുകയായിരുന്നു. പരസ്യമായിട്ടുള്ള പരസ്യമായി പ്രതികരണത്തിനും പരസ്യമായ ചർച്ചകൾക്കും ആവശ്യമായി വരുന്നത് ചില വിഷയങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യാൻ താങ്കളിലേക്ക് ശ്രീ രാജാജി മടങ്ങി വരാം. പക്ഷേ തരാതരം പോലെ നിങ്ങളുടെ സൗകര്യപ്രകാരം തരംതിരിച്ച് കാട്ടേണ്ടതാണോ? ഒരു വിഷയത്തെ ഗൗരവത്തോടെയും ആത്മാർത്ഥതയോടെയും ആണ് സമീപിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നമുണ്ട്. ഇക്കാര്യത്തിൽ അറിയാനുള്ള അവകാശത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് എങ്കിൽ അതിനെയായിരുന്നു ചൂണ്ടിക്കാട്ടേണ്ടിയിരുന്നത്. അതിനെയായിരുന്നു രാഷ്ട്രീയമായി തിരുത്താൻ മുന്നണിക്കകത്തും സർക്കാരിനകത്തും CPIയും കാനവും ശ്രദ്ധിക്കേണ്ടത്. അത് ചെയ്തില്ല എന്നുവെച്ച് അതൊരു വിമർശനപരമായി ഉന്നയിച്ചു എന്ന് മാത്രം. ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, നേരത്തെ നക്സൽ വർഗീസിന്റെ കാര്യത്തിൽ തെറ്റായ ഒരു സത്യവാങ്മൂലം വന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു, അത് തിരുത്തേണ്ടതാണ് എന്ന നിലയിൽ പ്രൈം ഡിബേറ്റ് ആ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്തു. അത് പിന്നീട് സർക്കാർ തിരുത്തുന്നതിലേക്കും അത് തെറ്റാണെന്ന് രാഷ്ട്രീയമായി MA ബേബി അടക്കമുള്ള ആളുകൾ പറയുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങി. ഏതാണ്ട് 90 ദിവസത്തിന് ശേഷമാണ് മഹിജ DGP ഓഫീസിൽ വന്ന് സമരം ചെയ്തതും അത് വലിയ വിവാദവുമായത്.
എന്റെ ഓർമ്മയിൽ ഏതാണ്ട് 60 ദിവസമായപ്പോൾ നീതിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരും എന്ന് ഒരു തുറന്ന കത്ത് മുഖ്യമന്ത്രിക്ക് എഴുതിയ ഘട്ടത്തിൽ സമരം ചെയ്യാൻ നീതി തേടി ഒരു അമ്മയ്ക്ക് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം മാറുകയാണോ എന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്തിരുന്നു. ഇത് പൊതു ചർച്ചയായി മാറിയിട്ടില്ലാത്തൊരു പ്രശ്നമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. വിവരാവകാശ കമ്മീഷൻ നോക്കുകുത്തിയാണ്, ഗതികേടിലാണ്. ഒറ്റ കമ്മീഷണർ പോലുമില്ല, മുഖ്യ കമ്മീഷണർ മാത്രം. 15,000-ഓളം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. പറയാവുന്നത് ഒരു കോടതിയുടെ തണൽ മാത്രം. കോടതിയിൽ ഒരു കേസുണ്ട്, അത് തീർക്കാൻ ഒരു ശ്രമവും സർക്കാർ മാസങ്ങളായി നടത്തിയിട്ടില്ല. UDF കൊണ്ടുവന്നത് യോഗ്യതയില്ലാത്തവരുടെ ലിസ്റ്റ് ആയിരുന്നുവെങ്കിൽ അത് തിരുത്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതും ചെയ്തിട്ടില്ല. അപ്പോൾ തെളിയുന്നത് ഇതിനോട് താല്പര്യമില്ലാത്ത സർക്കാരുകളുടെ മനോഭാവമാണ്. അത് UDF ആയാലും LDF ആയാലും. ശ്രീ ഭാസുരേന്ദ്രബാബു, ഇതിനകത്ത് ശരത്തെ താങ്കളുടെ വികാരത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാനാണ് ഞാൻ ഈ ചർച്ചയിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വിവരാവകാശം എന്നത് ഒരു പക്ഷേ ലോക നിലവാരത്തിൽ തന്നെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിന്റെ, ആധുനിക ജനാധിപത്യത്തിന്റെ വളരെ വികസ്വരമായ ഒരു ചക്രവാളത്തിന്റെ വിളംബരമാണത്. പുതിയ നിലവാരത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ആ നിലയ്ക്ക് കാര്യങ്ങൾ അറിയുക, ഭരണരംഗത്തെ അടക്കം കാര്യങ്ങൾ അറിയാനുള്ള അവകാശം സാധാരണ പൗരനുണ്ട് എന്ന ഉയർന്ന ജനാധിപത്യ ബോധത്തിൽ നിന്നാണ് വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ വലിയ വിക്ഷുബ്ധതയുണ്ടായി ലോകത്തിന്. വലിയ മൊണാർക്കികൾക്കൊക്കെ വലിയ അത്ഭുതം തോന്നി. പക്ഷേ അതിനെയൊക്കെ നീന്തി കടന്നൊരു സ്വാഭാവിക പ്രശ്നമായി ഇന്ന് നമുക്ക് മാറിക്കഴിഞ്ഞിട്ടൊക്കെ നാം അത് അനുഭവിക്കുന്നു. പക്ഷേ വിവരാവകാശത്തിന്റെ പ്രശ്നത്തിൽ വലിയ ജനാധിപത്യം പറയുന്ന വിഭാഗങ്ങൾക്ക് പോലും ഭരണരംഗത്ത് ചില സ്വകാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വീക്ഷണത്തിന് അനുഗുണമാണോ? പലപ്പോഴും ചോദ്യം ചെയ്യാൻ ശീലിച്ചിട്ടുള്ള ഞാനൊരു കാര്യം പറയട്ടെ. 1969 ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ. ആ ഗവൺമെന്റ് അന്ന് കേന്ദ്ര സർക്കാർ ജീവനക്കാർ നടത്തിയ സമരം, ആ സമരത്തെ അംഗീകരിച്ചുകൊണ്ടും പിന്തുണച്ചുകൊണ്ടും അതിന്റെ മുഖ്യമന്ത്രി രംഗത്ത് വരികയും കേന്ദ്രം അതിനെതിരെ നിലപാടെടുക്കുകയും അത് വലിയൊരു രാഷ്ട്രീയ സമരമായി മാറുകയും കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ വ്യത്യസ്ത നിലപാടുകൾ ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായ സംസ്ഥാനമാണ് കേരളം. ശരത്, അന്ന് ആ നിലപാടെടുത്തത് ശരിയായിരുന്നു എന്ന നിലയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ വിലയിരുത്തിയത്. അതേപോലെ തന്നെയാണ് വിവരാവകാശത്തിന്റെ കാര്യത്തിലും. ഭരിക്കുന്ന സമയത്ത് വിവരാവകാശം എന്നതിനെ ഉയർത്തിപ്പിടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ അവർ നൈതികമായും ജനാധിപത്യപരമായും ചെയ്യേണ്ടിയിരുന്നത്. താങ്കൾ സൂചിപ്പിക്കുന്നത് മാതിരി വിവരാവകാശ കമ്മീഷണർമാരെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുക്കുന്നതിന് തടസ്സം നിൽക്കുന്ന കോടതി അവസ്ഥയെ മറികടക്കാനോ ശ്രമിക്കുന്നില്ല. CPM ആണെങ്കിലും CPI ആണെങ്കിലും ഇടതുപക്ഷം അക്കാര്യത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ധാർമ്മികത, ആ കാര്യത്തിൽ സാധാരണ ആൾക്കാർക്ക് വിവരാവകാശം അനുസരിച്ച് ലഭിക്കേണ്ട ആപ്ലിക്കേഷൻസുകൾ കുന്നുകൂടി കിടക്കുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ക്യാബിനറ്റിന്റെ തീരുമാനം അറിയാൻ കഴിയുന്നതോ ആണോ അല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസ്ഥ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് ഭൂഷണമായ ഒരു കാര്യമായി ഞാൻ കരുതുന്നില്ല. ഒന്ന്. മറ്റൊന്ന്, ഇനി ക്യാബിനറ്റിന്റെ തീരുമാനത്തിലേക്ക് വരാം. ക്യാബിനറ്റ് തീരുമാനവും മറച്ചുവെക്കേണ്ട കാര്യമില്ല എന്നാണ് വിവരാവകാശം ഉദ്ഘോഷിക്കുന്നത്. അഥവാ അങ്ങനെയാകണം വിവരാവകാശം. അക്കാര്യത്തിൽ കാനം രാജേന്ദ്രൻ പറയുന്നത് അതിന് മറച്ചുവെക്കണം. നമ്മൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞതൊക്കെ അതങ്ങനെ തന്നെ എടുക്കേണ്ടതല്ലേ? ശരിയാണ്. അതിനകത്ത് മുഖ്യമന്ത്രി പറയുന്നത്, മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നത്, ചില കോടതികളുടെ ഇടയിൽ അത്തരം വിധികളുടെ പശ്ചാത്തലത്തിൽ, ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയുടെ ആണെങ്കിലും വിധികളുടെ പശ്ചാത്തലത്തിൽ അത് പുറത്തറിയിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥ ഒരു സംസ്ഥാന ഗവൺമെന്റിനും വന്നു ചേരുക സ്വാഭാവികമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ശ്രീ BV ഗിരി ഇപ്പോൾ ചേരുന്നുണ്ട് ഈ ചർച്ചയിലേക്ക്, പ്രൈം ഡിബേറ്റിലേക്ക്. ഈ സാഹചര്യം, ഒഴിവുകൾ ഉണ്ടാവുമ്പോൾ നികത്താതിരിക്കുക, ഇതായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കണ്ടൊരു പ്രവണത. അങ്ങനെ ഒഴിവുകൾ കൂടിക്കൂടി വരിക. ഒടുവിൽ ഈ ഒഴിവുകളെല്ലാം കൂടി നികത്താൻ വേണ്ടി ഒരു ലിസ്റ്റ് കൊണ്ടുവരിക. ആ ലിസ്റ്റിൽ വരുന്നവരുടെ യോഗ്യത വളരെ പരസ്യമായി ആളുകൾ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പോകുന്നു, ഗവർണർ അടക്കം. ഒടുവിൽ കോടതിയിൽ പോയ അനുകൂല വിധി ഉണ്ടാകുമ്പോഴേക്കും ഭരണം മാറുന്നു. ഭരണം മാറി വരുന്ന പുതിയ LDF സർക്കാരിന് യഥാർത്ഥത്തിൽ
അങ്ങനെ ആ ലിസ്റ്റിനോട് യാതൊരു തരത്തിലുള്ള താല്പര്യവും ഉണ്ടാകുന്നില്ല. അത് ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യുന്നു. അതോടുകൂടി ആ ഒഴിവുകൾ നികത്തുന്നില്ല, അല്ലെങ്കിൽ ആ ലിസ്റ്റിനെ ചോദ്യം ചെയ്ത സർക്കാർ പുതിയ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. അതോടെ ഫലത്തിൽ സംഭവിക്കുന്നത് ഒഴിവുകൾ നികത്താനേ കഴിയുന്നില്ല. ഒരു മാധ്യമത്തിന് വിൻസെന്റ് പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷൻ നൽകിയ ഒരു വിശദീകരണം അല്ലെങ്കിൽ മറുപടിയിൽ കണ്ടതാണ്. കഴിഞ്ഞ വർഷം മെയ് 6 മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റു. എങ്ങനെ അംഗങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും? ദിവസേന 10 മുതൽ 7 വരെ ഓഫീസിൽ ചെലവിടേണ്ടി വരുന്ന വിൻസെന്റ് പോൾ പറഞ്ഞു, മുഖ്യമന്ത്രിയെ 2 തവണ കണ്ടു, പരാധീനത അറിയിച്ചുവെങ്കിലും ഫലമൊന്നുമില്ല. എന്താണ് ശ്രീ വി ഗിരി കേരളത്തിലെ വിവരാവകാശ കമ്മീഷന്റെ അവസ്ഥ ഇത്രയും കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ? വിവരാവകാശ നിയമത്തിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ പറയുന്നത് ഒരു ഒഴിവുണ്ടാകുന്നതിന് 3 മാസം മുമ്പ് ആ ഒഴിവ് നികത്തുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ചിരിക്കണമെന്നാണ്. ഈ കഴിഞ്ഞ വിവരാവകാശ കമ്മീഷനിലെ ഒഴിവുകൾ ആരംഭിക്കുന്നത് 2015 ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഫെബ്രുവരിക്ക് 3 മാസം മുമ്പ് ഒഴിവ് നികത്തുന്നതിനുള്ള നടപടി ആരംഭിക്കേണ്ടതായിരുന്നു. അത് കഴിഞ്ഞ് ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് ഈ 2015 അവസാനത്തോടുകൂടി 5 ഒഴിവ് ഉണ്ടാകുന്നത്. ഈ 5 ഒഴിവുണ്ടാകുമ്പോഴും ഈ 3 മാസത്തിനു മുമ്പുള്ള ഈ പ്രക്രിയ അവർ ആരംഭിച്ചിരുന്നില്ല. അതായത് അങ്ങനെ ഒഴിവുകൾ കൂടി വന്നു. സമയാസമയങ്ങളിൽ ഒഴിവുകൾ നികത്താൻ ആ സർക്കാർ ശ്രമിച്ചില്ല. അവസാനം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തട്ടിക്കൂട്ടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതിന്റെ നിയമവശത്തിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഇതിപ്പോ കോടതിയിലായി. ഈ കോടതിയിലെ ഈ കേസ് എന്താണ് ഒഴിഞ്ഞു കിട്ടുക? ഈ ഇവിടെ വിവരാവകാശ കമ്മീഷനായിരുന്ന ഒരു നടരാജനെ 2012 നവംബറിൽ സസ്പെൻഡ് ചെയ്തു. ആ കേസ് ഇന്നെന്ത്? അദ്ദേഹം റിട്ടയർമെന്റ് പീരീഡൊക്കെ കഴിഞ്ഞ് അദ്ദേഹം 2011 മെയ്യിൽ അപ്പോയിന്റ് ചെയ്തതാണ്. 5 വർഷം കഴിഞ്ഞ് 2016 അദ്ദേഹത്തിന്റെ കാലാവധിയും കഴിഞ്ഞു. ഇതുവരെയും ആ കോടതി തീരുമാനമായിട്ടില്ല. അപ്പൊ ഇപ്പോഴും വന്നിരിക്കുന്ന കോടതിയിൽ നിലവിൽ കേസ് തീരണമെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ വഴി ഈ സാഹചര്യം അറിയിക്കാവുന്നുള്ളൂ. അതിനാദ്യം വേണ്ടത് സർക്കാരിന് അക്കാര്യത്തിലൊരു താല്പര്യമാണ്. അവർക്കൊരു ഇച്ഛാശക്തി വേണം. പക്ഷേ അത് ഉണ്ടായി തന്നെ എന്തുണ്ട്? ആ ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടുത്ത സുപ്രീം കോടതിയിലോട്ട് പോകും. ഈ കേസ് ഇവിടെ ഒന്നും തീരാൻ പോകുന്നില്ല. ഇനിയും ഒരു 5 വർഷം കഴിയാതെ ഈ കേസ് ഒന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാം. അത് പിന്നെ വളരെ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണത്. 10 അംഗങ്ങൾ വരെ ആകാമെന്നാണ് വിവരാവകാശ നിയമത്തിൽ പറയുന്നത്, മുഖ്യ കമ്മീഷണർ അടക്കം. അപ്പൊ ഇതിൽ ഇപ്പൊ 6 പേരാണ്. ഇപ്പൊ 5 പേര് കേസ് നടത്തുന്നു. 5 ചുരുങ്ങി ഒന്നായി. ഇപ്പൊ മുഖ്യ കമ്മീഷണർ മാത്രമല്ല, ഞാൻ പറഞ്ഞ 5 പേരവിടെ ഈ ലിസ്റ്റിൽ കയറാനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും 4 വേക്കൻസി ഗവൺമെന്റ് സാങ്ഷൻ ചെയ്യാത്ത വേക്കൻസി ഉണ്ട്. അത്യാവശ്യമായിട്ട് ഒരു 1-2 വേക്കൻസിയെങ്കിലും ഗവൺമെന്റ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് അപ്പോയിന്റ് ചെയ്യാമെങ്കിൽ ഈ ഒരു പിന്നെ സന്നിഗ്ധാവസ്ഥ ഒന്ന് ഒഴിവാക്കാൻ കിട്ടും. കുറേയൊക്കെ കൂടെ നമുക്ക് സ്പീഡ്. അതായത് DB ബിനു, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? തർക്കവുമായി ഒരു പട്ടിക നിൽക്കുന്നു, അത് കോടതിയിൽ കിടക്കുന്നു, അതിൽ സ്റ്റേ ആണ് അതിന്റെ ഒരു അവസ്ഥയെങ്കിൽ ഈ അവശേഷിക്കുന്ന 10 വരെ ആകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വി ഗിരി സൂചിപ്പിച്ചതുപോലെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ കോട്ട ക്രിയേറ്റ് ചെയ്യാമോ? അതിലേക്ക് സർക്കാരിന് അംഗങ്ങളെ കൊണ്ടുവരാമോ? സാധ്യമാണ്. കാരണം ഇപ്പോൾ 10 പേര് പ്ലസ് 1 ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. അപ്പോൾ ഈ 5 പേരുടെ ഈ തർക്കം തീരുമ്പോൾ വർഷങ്ങൾ എടുക്കുമെങ്കിൽ നിലവിലുള്ള എത്ര പേരെ തീരുമാനിക്കാനുള്ള അധികാരം സ്റ്റേറ്റിനാണ്. ഈ 10 പേരിൽ എത്ര പേരെ വേണമെന്ന് ആ സ്റ്റേറ്റിന്റെ കേസുകളുടെ എണ്ണവും മറ്റു കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് സ്റ്റേറ്റിന് തന്നെ തീരുമാനിക്കാമെന്നാണ് നിയമം പറയുന്നത്. കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2-3 കമ്മീഷണർമാരെ നിയമിക്കണം എന്ന് സംസ്ഥാന ഗവൺമെന്റ് താല്പര്യപ്പെടുകയാണെങ്കിൽ അതിന് നിയമപരമായ തടസ്സങ്ങളില്ല, അത് ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഏതെങ്കിലും മേഖലയിലാണെങ്കിൽ വല്ല കോർപ്പറേഷന്റെ ചെയർമാനോ MDO ഒക്കെ നിയമിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഉപദേശകന്മാരെ വെച്ച് പരിശോധിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് അതിനുള്ള നിയമോപദേശം തേടുന്നില്ല? ഒരു സംശയമില്ലാത്ത കാര്യത്തിന് വ്യക്തത വരുത്താൻ വേണ്ടി 85 ലക്ഷം രൂപ 70 ലക്ഷം രൂപ ഒക്കെ ചെലവഴിച്ച് നിയമോപദേശം തേടിപ്പോകുന്നു, സുപ്രീം കോടതി പോകുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി വ്യക്തത വരുത്താൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന ചോദ്യത്തിന് സെൻകുമാർ കേസിൽ, അതായത് DB ബിനു, സെൻകുമാർ കേസിലടക്കം ഹരീഷ് സാൽവെക്ക് കൊടുത്തത് ഈ പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞ പോലെ 80-85 ലക്ഷം രൂപയാണെന്നും മറ്റഭിഭാഷകർക്ക് അതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർക്ക് വേറെയും തുക എന്ന നിലയിലേക്കുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അറിയാനുള്ള അവകാശം എന്ന മൗലികമായ ഒരു പ്രശ്നത്തിലാണ് ഈ വിമുഖത.
ഇത് വളരെ ബോധപൂർവം സംഭവിക്കുന്നതാണെന്ന് കരുതുന്നയാളാണോ ബിനു? കാരണം ഒരു സ്റ്റേ വാങ്ങിച്ചങ്ങ് ഇട്ടേക്കുക, എന്നിട്ട് കോടതി, നേരത്തെ ശ്രീ രാജാജി പറഞ്ഞ പോലെ കോടതിയിലാണല്ലോ, കോടതി തീരുമാനിക്കട്ടെ എന്ന് എളുപ്പത്തിൽ പറയാവുന്ന ഒരു വിശദീകരണവും സാധ്യം. അതോടുകൂടി ഒരു ഏകാംഗ കമ്മീഷൻ, വിൻസൻ എംപോൾ പറയുന്ന പരാതി അങ്ങനെയൊക്കെ അങ്ങ് പോകും, ഇങ്ങനെയൊക്കെ കമ്മീഷൻ പോയാൽ മതി എന്ന് പറയുന്ന ഒരു ധാരണയാണോ? അതിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് പക്ഷേ CPI പിടിച്ചതും. എന്നാൽ കമ്മീഷൻ എവിടെ നിൽക്കുന്നു, കമ്മീഷന്റെ അവസ്ഥ എന്താണ് എന്നത് സൗകര്യപൂർവ്വം അവരും വിസ്മരിക്കുന്നു. ബിനു, ഈ കമ്മീഷനെ കുറിച്ച് വളരെ വിവരാവകാശ നിയമത്തെക്കുറിച്ചൊക്കെ താത്വികമായി, വിവരാവകാശ നിയമത്തെക്കുറിച്ചൊക്കെ വളരെ താത്വികമായി ഇവരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫലത്തിൽ ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഈ നിയമത്തിനെതിരാണ്. ഇതിൽ യാതൊരു സംശയമില്ല. വിവരാവകാശ നിയമത്തിന് ഇവരെതിരാണ്. അപ്പോൾ ഇവർ ചോദിക്കും, പിന്നെ ഇവരെന്തിനാണ് നിയമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു അത്ഭുതമാണെന്ന് പറയേണ്ടി വരും. ഈ നിയമത്തെ പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കക്ഷി തയ്യാറല്ല. ഇതിൽ കുറച്ചെങ്കിലും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നത് CPI ആണെന്ന് പറയാതിരിക്കാനും വയ്യ. എന്നിട്ടും CPI പോലും പക്ഷേ ഈ വിവരം പുറത്തു വരുമ്പോൾ അഡ്വക്കേറ്റ് DB ബിനു ആ ഇളവ് ഏതായാലും ഈ ചർച്ചയുടെ ഭാഗമായി CPIക്ക് കൊടുക്കാൻ തയ്യാറല്ല ഞാൻ. കാരണം മന്ത്രിസഭാ രഹസ്യത്തിൽ പിടിച്ചു തൂങ്ങുന്നവർ ആ കമ്മീഷൻ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് അറിയാത്തവരല്ല. LDF ചർച്ച ചെയ്തതാണ്. അവിടെ UDFന്റെ ആ യോഗ്യതയില്ലാത്ത പട്ടികയുടെ പേരിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നവർ മറ്റൊരു തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പ് തന്നെയാണ്. കമ്മീഷനെ നന്നാക്കാൻ എന്തുകൊണ്ട് രാഷ്ട്രീയമായി ഇടപെട്ടില്ല? ശ്രീ ഭാസുരേന്ദ്ര ബാബു ചർച്ചയിൽ അല്പനേരം കൂടി മാത്രം എന്ന് അറിയാവുന്നതുകൊണ്ട് ആദ്യം താങ്കളിലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ താല്പര്യമില്ലാതെ വന്ന വിപ്ലവകരമായ തീരുമാനം, അങ്ങനെ തന്നെ അതിനെ കാണാനാകൂ. ഏത് രാഷ്ട്രീയ പാർട്ടിയും ചിരിച്ചു പോകും. കാരണം സഭ ചേരുന്ന കാലമാണ്. UPA നയിക്കുന്ന കോൺഗ്രസ് കൊണ്ടുവന്നതാണ് ഈ നിയമം. കേരളത്തിലെ ഇതിന്റെ അവസ്ഥയെക്കുറിച്ച് കോൺഗ്രസോ UDFോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായി എങ്ങും കാണാനില്ല ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ അന്നത്തെ UPA സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെ യോജിച്ച് നിന്ന് പോരാടി ജന്തർ മന്ദറിലേക്ക് പോയവരാണ് CPMഉം CPIയും. അവർ ഭരിക്കുന്ന ഒരു നാട്ടിൽ ആ കമ്മീഷൻ തന്നെ തപ്പിയാൽ പോലും കണ്ടുപിടിക്കാനില്ലാത്ത വിധം അങ്ങ് ഇല്ലാതായിരിക്കുന്നു. ഈ പിന്നെ ആർക്കാണ് ഇതിനോട് ഇത്ര വലിയ താല്പര്യം? ഗുരുതരമായ രാഷ്ട്രീയമായ ഒരു വലിയ തെറ്റാണോ ഇടത് സർക്കാർ വിവരാവകാശത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ശരത്തെ, ഇത് ഇന്ത്യയിൽ നിന്ന് രൂപം കൊണ്ട പുതിയ അവകാശബോധത്തിൽ നിന്ന് സംജാതമായ ഒരു കാര്യമൊന്നുമല്ല വിവരാവകാശം. അതുപോലെ സേവനാവകാശവും ഉണ്ടല്ലോ, നമുക്കതും ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരാം. അന്തർധാര സജീവമാണ് എന്ന തരത്തിൽ ഞാൻ മോശപ്പെടുത്തി പറയല്ല ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഞാൻ മോശപ്പെടുത്തി പറയല്ല. പ്രതിക്രിയാവാദികളും തമ്മിലുള്ള ആ പഴയ ഒരു കമന്റ് ഉണ്ടല്ലോ, അത്തരം അന്തർധാര ഒന്ന് മാറ്റിവെച്ചാൽ പ്രായോഗികമായി ഈ സർക്കാർ, ഞാൻ പറഞ്ഞ ആ ഒരു സെന്റൻസ് ആവർത്തിക്കാം, കുറച്ചുകൂടി സജീവമായാൽ മാധ്യമ വിമർശനം ശക്തമാകുമ്പോൾ മാധ്യമങ്ങൾ വേട്ടയാടുന്നു, മാധ്യമങ്ങൾ വിവാദങ്ങൾക്ക് പിന്നാലെ സർക്കാരിനെ ആക്രമിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരുന്നുകൂടെ? ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രിയെ 2 തവണ കണ്ടു, പരാധീനത അറിയിച്ചുവെങ്കിലും ഫലമൊന്നുമില്ല. ഇത് സർക്കാരിന്റെ അവസ്ഥ. വലിയ ആഘോഷമായി ഇത് കൊണ്ടു നടക്കുന്ന CPI കാട്ടുന്നതും ഇങ്ങനെ. ഇതൊക്കെ പരിഹരിച്ചൂടെ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകാതെ? നമ്മൾക്ക് അതിലേക്കൊന്ന് വരാം. താങ്കൾക്ക് പോകേണ്ടതുകൊണ്ട് മാത്രമാണ്, എന്റെ തിരക്കുകൊണ്ടല്ല. ഞാൻ ഈ വിഷയം മാറ്റണമെന്ന് ആഗ്രഹിച്ചതില്ല, താങ്കൾ സങ്കല്പിച്ചതാണത്. ഏതായാലും ഞാൻ പറയുന്നത്, വിവരാവകാശം നാം ഇവിടെ രൂപപ്പെടുത്തിയെടുത്തിയ ഒരു പുതിയ നിയമബോധമൊന്നുമല്ല. ആഗോളതലത്തിൽ ഉണ്ടായതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇവിടെയും ഉണ്ടായത്. ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ അത് നടത്തിയെടുക്കുന്ന കാര്യത്തിൽ നാം കുറച്ച് സമയം എടുത്തേക്കാം. ഇവിടെ ശ്രീ DB ബിനുവിനെ പോലെയുള്ള ആളുകൾ, പൊതു താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ വിശ്വസിച്ച് ആശ്രയിക്കുന്നത് വിവരാവകാശത്തെയാണ്. അതുകൊണ്ട് തന്നെ വിവരാവകാശം അദ്ദേഹം പറയുന്നത് മാതിരി ഭരിക്കുന്നവർക്ക് അത്ര എളുപ്പം ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു ഇടതുപക്ഷ സർക്കാരെങ്കിലും വിവരാവകാശ നിയമത്തെയും വിവരാവകാശ പ്രസ്ഥാനത്തെയും സംരക്ഷിക്കേണ്ടതായിരുന്നു. താങ്കൾ സൂചിപ്പിച്ച വളരെ ഒരു ശരിയായ കാര്യം, അതിനിവർ ശ്രമിക്കുന്നില്ല എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, ശ്രീ ഗിരി ഈ ചർച്ചയിൽ വന്നത് നന്നായി. അദ്ദേഹം അതിന്റെ പോംവഴി നിർദ്ദേശിച്ചിരിക്കുന്നു. എനിക്കറിയില്ല 10 പേർ ഇതിന് കഴിയുമായിരുന്നുവെന്നും ബാക്കി 4 പേരെ ഇപ്പോഴും റിക്രൂട്ട് ചെയ്യാവുന്നതാണ് എന്നും ഒരു പുതിയ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ഒരു പുതിയ കാര്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു. അതുപോലും ഇടതുപക്ഷത്തിന് മുന്നേ കൂട്ടിക്കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ വിവരാവകാശത്തെ സംബന്ധിച്ച് അവരുടെ ധാരണയുടെ എത്രയോ വലിയ വൈകല്യമായ ഒരു രീതിയാണ് അക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് താങ്കളുമായി യോജിച്ചുകൊണ്ട് തന്നെ എനിക്ക് അംഗീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു. ഏതായാലും അത്തരം വിമർശനങ്ങളെ, അത്തരം തുറന്നുകാട്ടലുകളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് ആവർത്തിക്കേണ്ടിയും വരുന്നുണ്ട് സമീപകാല പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്. ശ്രീ രാജാജി മാത്യു തോമസ്, നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച തർക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഇത് ശരിയാവണ്ണം നടക്കുന്നതിന് വേണ്ടി പിഴവുണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ചർച്ചയുടെ ഒരു പൊതു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ രാജാജി, ഒരു ഇടപെടൽ, തിരുത്തൽ നടപടികൾ രാഷ്ട്രീയമായും ഭരണപരമായും അതുണ്ടാവേണ്ടതല്ലേ പാർട്ടിയുടെയും മുന്നണിയുടെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന്? വിവരാവകാശ കമ്മീഷന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഉന്നയിക്കുന്ന ഈ വിമർശനങ്ങൾ, ക്രിയാത്മകമായ വിമർശനങ്ങൾ സ്വാഗതാർഹം തന്നെ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വിവരാവകാശ കമ്മീഷൻ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യവുമാണ്. അതിന് പുതിയതായിട്ടുള്ള നിർദ്ദേശമാണിപ്പോൾ മുൻ വിവരാവകാശ കമ്മീഷണർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് തലത്തിൽ പരിശോധിച്ച് അത് നടപ്പാക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കേണ്ട വിഷയവും തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ കോടതിയിലുള്ള കേസ് ഒരു പക്ഷേ ദീർഘകാലത്തേക്ക് കോടതിയിൽ, ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് തുടർന്ന് സുപ്രീം കോടതിയിലേക്കോ ഒക്കെ പോയേക്കാം എന്നുള്ള സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ഈ നിർദ്ദേശം, ഇപ്പോൾ മുൻ വിവരാവകാശ കമ്മീഷണർ മുന്നോട്ട് വെച്ച നിർദ്ദേശം തീർച്ചയായിട്ടും അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടത് ആണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീഗിരി, എല്ലാവരും വളരെ സ്വാഗതം ചെയ്യുന്നത് ഇങ്ങനൊരു സ്തംഭനാവസ്ഥയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക്, സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ളവരിലേക്കൊന്നും ഇതിന്റെ ഗൗരവത്തെ എത്തിക്കാതിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ താല്പര്യം കൂടി കാണണം. രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം താല്പര്യമില്ലായ്മയല്ലല്ലോ, സെക്രട്ടേറിയറ്റിൽ തന്നെ വലിയൊരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ തന്നെ വലിയൊരു താല്പര്യമില്ലായ്മ ഈ വിവരാവകാശത്തോടുണ്ട് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണ്ടേ സർക്കാരുകൾക്ക് വേഗത്തിൽ ഈ സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണങ്ങൾ തേടിയാൽ അതുകൂടി പരിഗണിക്കണ്ടേ ശ്രീ വി ഗിരി? ആ ചോദ്യം ഇപ്പൊ എന്നോട് ചോദിച്ചത് വളരെ നന്നായി. ഞാനൊരു 2 മാസത്തിന് മുമ്പ് സെക്രട്ടേറിയറ്റിലെ ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലും ഞാൻ എന്റെ സ്വന്തം കാര്യത്തിന് ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു. മുൻ വിവരാവകാശ കമ്മീഷണർ ആ അപേക്ഷ സമർപ്പിച്ചപ്പോൾ എന്റെ പേരിന്റെ താഴെ ആദ്യത്തെ വരി വെച്ചിരിക്കുന്നത് മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. എന്നുവെച്ചാൽ അവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നന്നായി മനസ്സിലാക്കി കാണും. അതുകൊണ്ട് എനിക്ക് കൃത്യമായ സമയത്ത് ഇൻഫർമേഷൻ കിട്ടും എന്നുള്ള ധാരണയും കൂടെ വെച്ചിട്ടാണ് എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയത്. 50 ദിവസം കഴിഞ്ഞിട്ടാണ്. 30 ദിവസത്തിനകത്ത് തരണമെന്നാണ്. എനിക്ക് എന്റെ അടുത്ത് ഫീസ് ഡിമാൻഡ് ചെയ്തത് 32ാമത്തെ ദിവസം. ഞാൻ ഫീസ് തുടങ്ങി, അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻഫർമേഷൻ കിട്ടിയത്. ഞാൻ ഈ ഇൻഫർമേഷൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റിയിൽ ഒരു അപ്പീൽ കൊടുത്തു. എനിക്ക് ഈ നിയമം അനുസരിച്ച് എനിക്ക് 30 ദിവസം കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ സൗജന്യമായി തരണമെന്നാണ് നിയമം. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ പൈസ, ആ രൂപ എനിക്ക് തിരിച്ചു തരണം. അത് ഒരു കാരണവും പറയാതെ. ഞാനൊരു അപ്പീൽ കൊടുക്കുമ്പോൾ എന്റെ അപ്പീൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതകളില്ലെന്നുണ്ടെങ്കിൽ അത് പറയണം. ഇത് ഒരു കാരണവും പറയാതെ താങ്കളുടെ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ പരിഗണിച്ചതിൽ അതിൽ കാര്യം ബോധ്യപ്പെടാത്തത് കൊണ്ട് താങ്കളുടെ അപ്പീൽ നിരസിച്ചിരിക്കുന്നു. ഇത് പറയാൻ കാരണം ഇവിടെ നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ദുർബലമായതുകൊണ്ട് മാത്രമാണ്. നമ്മളിതിന്റെ 2 ഭാഗവും കാണണം. വിവരാവകാശ കമ്മീഷൻ ദുർബലമാണ് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ധാരണ ഉണ്ടായാൽ ഇതുമാതിരിയുള്ള സംഗതി. അപ്പം ഞാനിത് അന്വേഷിച്ചപ്പോൾ ഇത് സെക്രട്ടേറിയറ്റിലെ സ്ഥിരം സംഭവമാണെന്നാണ് പറയുന്നത്. അവർ 30ാം ദിവസമേ ഫീസ് ഡിമാൻഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കുകയുള്ളൂ. എന്നിട്ട് ഫീസ് ആണെന്നുണ്ടെങ്കിൽ 40-50 ദിവസം കഴിഞ്ഞ ശേഷമേ ഇൻഫർമേഷൻ കമ്മീഷൻ. ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സെക്രട്ടേറിയറ്റിലാണ്. ഈ ഉദ്യോഗസ്ഥ നേതൃത്വം വേണം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി മുതലുള്ളവരെ ഈ സാഹചര്യങ്ങളെ വിവരാവകാശ കമ്മീഷന്റെ സ്തംഭനാവസ്ഥ ഓർമ്മിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അവർ സ്വാഭാവികമായും അവരിൽ നിന്നൊരു നീതി താങ്കളടക്കം പ്രതീക്ഷിക്കുന്നില്ല എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ട. അങ്ങനെ വന്നാൽ ഒരു സർക്കാരിനും ഫലപ്രദമായി ഇടപെടാനാകില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരം മാധ്യമ ഇടപെടലുകളും മാധ്യമ വാർത്തകളും ഈ ചർച്ചകളും കുറെ കൂടി ഉണർന്നു പ്രവർത്തിക്കാൻ ഒരുപക്ഷെ സർക്കാരിന് ഗുണകരമായി മാറിയേക്കാവുന്നത് എന്ന് കരുതുന്നുണ്ടോ ശ്രീഗിരി? അല്ല, ഞാൻ ഈ പറഞ്ഞത് തന്നെ, ഈ വിവരാവകാശ കമ്മീഷൻ ദുർബലമാണെന്ന് കണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. അവര് 90% പേർക്കും താല്പര്യമില്ല. എങ്ങനെ വിവരം കൊടുക്കാതിരിക്കാം
താമസിപ്പിക്കാം, അല്ലെങ്കിൽ കൃത്യമായ വിവരം കൊടുക്കാതിരിക്കാം, വളച്ചൊടിച്ചു കൊടുക്കാം എന്നുള്ള താല്പര്യമുള്ളവരാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് വിവരാവകാശ കമ്മീഷനെ ഭയമുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ 5 വർഷം വിവരാവകാശ കമ്മീഷണറായിരുന്ന ആളാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കമ്മീഷൻ അംഗങ്ങൾ പരമാവധി കൂടുന്നത് ഈ വിവരാവകാശ കമ്മീഷന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ആവശ്യമാണോ? അതെ, ഇത് അത് നമുക്ക് അതാണ് ഈ കമ്മീഷന്റെ നമ്പറിനേക്കാളും കമ്മീഷൻ എത്രമാത്രം ശക്തമായിട്ട് നിൽക്കുന്നു, കൃത്യമായ നടപടി. അംഗങ്ങൾ വേണ്ടേ സർ? അല്ല, അംഗങ്ങളുണ്ടെങ്കിലും അംഗങ്ങളില്ലെങ്കിലും കൃത്യമായ നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പിഴശിക്ഷ ചുമത്തുക, അവരുടെ പേരിൽ അച്ചടക്ക നടപടി എടുക്കും എന്നുള്ള ഒരു ബോധ്യം ഉദ്യോഗസ്ഥന്മാർക്ക് വന്നു കഴിഞ്ഞാൽ, ഇല്ലാതായാൽ ഈ രൂപത്തിൽ ഒരു കമ്മീഷൻ പ്രവർത്തിച്ചാൽ ഉദ്യോഗസ്ഥർക്കൊരു ഭയമില്ല, അവർക്ക് ഇഷ്ടം പോലെ കാണിക്കും. അതിപ്പോ ഇപ്പൊ 14,000 പെറ്റീഷൻ കിടക്കുന്നെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഇത് 28,000 പെറ്റീഷൻ ആവുന്നുള്ളതിന് സംശയമില്ല. എനിക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷൻ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഈ ചെയ്യുന്ന തീരുമാനങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങളെങ്കിലും വളരെ കർശനമായ തീരുമാനങ്ങൾ എടുക്കണം. നമ്പറല്ല, ആ കർശനമായ തീരുമാനമെടുത്താൽ ഈ നമ്പർ കുറഞ്ഞു വരും. അത് ഈ അവകാശ കമ്മീഷന്റെ നടപടികൾ വ്യക്തിപരമായി ആ അർത്ഥത്തിൽ നിലവിലെ സംവിധാനങ്ങളിലെ ആ കമ്മീഷന്റെ പ്രവർത്തനം താങ്കളെ സംബന്ധിച്ച് തൃപ്തികരമാണോ? ഈ ഇപ്പോഴത്തെ കമ്മീഷൻ അത് പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല. അതിനെപ്പറ്റി ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഒറ്റയ്ക്ക് ആ കമ്മീഷനെ മുമ്പിലോട്ട് കൊണ്ടുപോകുമ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളിൽ വളരെ കർശനമായ തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ വന്നാൽ സർക്കാരിനൊക്കെ കുറച്ചുകൂടി ഉണർന്ന് ഈ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മെയിൽ ചുമതലയേറ്റതാണ്, കഴിഞ്ഞ മെയിൽ 1 വർഷമാകുന്നു. ഒക്ടോബറിലാണ് സർക്കാർ സ്റ്റേ വാങ്ങിച്ചത് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ. ഇതാണ് അതിന്റെ പശ്ചാത്തലം. DB ബിനു, ഇതിനിടയിൽ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, ഏതാണ്ട് 2011 മുതലുള്ള അപേക്ഷകൾ തീർപ്പ് ആക്കാത്തതുമായി അവിടെ ഉണ്ട്. ഇപ്പോൾ മുൻ വിവരാവകാശ കമ്മീഷണറുടെ തന്നെ ഒരു അവസ്ഥ നമ്മളുമായി പങ്കുവച്ചു. ഇതിനിടയിൽ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്? അപേക്ഷകളുടെ വരവിന് ഒരു കുറവുമില്ല, കമ്മീഷൻ അംഗങ്ങളില്ല, ഇല്ലാത്ത അംഗങ്ങളുടെ പേരിൽ പോലും വരുന്ന അപേക്ഷകൾ നമ്പറിട്ട് വിടുന്നു എന്നതുപോലെയുള്ള സാങ്കേതിക നടപടികളാണ് അവിടെ നടന്നു പോകുന്നത് എന്നും കേൾക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നിലവിലെ അവസ്ഥ കമ്മീഷനിൽ? ഒരാൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത എത്രയോ ഇരട്ടി അപ്പീലുകളും പരാതികളുമാണ് കമ്മീഷന്റെ മുമ്പിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. അതിന്റെ മുകളിൽ നിന്ന് ഒരു പരാതി എടുത്ത് പരിശോധിക്കാൻ മാത്രമല്ലേ ഇപ്പോൾ വിൻസെന്റ് പോൾ സാറിന് കഴിയൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ബ്യൂറോക്രസി വളരെ ശക്തമാണ്. വളരെ ഈ ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സർവീസ് സംഘടനകൾ ഉള്ള ഒരു സംസ്ഥാനം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് കമ്മീഷന് പ്രവർത്തിക്കാൻ കഴിയില്ല. ശക്തമായ നടപടിയെടുക്കണം. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരോട് വളരെ മൃദുവായ സമീപനം കമ്മീഷണർമാർ സ്വീകരിക്കുന്നു എന്നുള്ള പരാതി വിവരാവകാശ പ്രവർത്തകർക്കുള്ളതാണ്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാൻ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ വിവരങ്ങളുടെ ഫ്ലോ ഉണ്ടാവൂ, വിവരങ്ങൾ കൊടുക്കാൻ തുടങ്ങൂ. അപ്പോൾ അപ്പീലുകളുടെ എണ്ണം കുറയും, പരാതികളുടെ എണ്ണം കുറയും. പക്ഷെ ഇവിടെ എന്ത് പറ്റുന്നു? പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നോട്ടീസ് അയക്കുന്നു. 1 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ 10 ദിവസത്തിനകം വിവരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അവരെ സാന്ത്വനിപ്പിച്ചു വിടുന്ന രീതിയിലേക്ക് കമ്മീഷണർമാർ മാറിയാൽ പരാതികളുടെയും അപ്പീലുകളുടെയും എണ്ണം ഇനിയും കൂടും. അപ്പോൾ അത് പരിഹരിക്കാൻ നിലവിലുള്ള കമ്മീഷണർമാരെ കൊണ്ട് കഴിയില്ല. നിലവിലുള്ള ഏകാംഗ കമ്മീഷൻ കഴിയില്ല. അപ്പോൾ കമ്മീഷണർമാർ തന്നെയാണ് പരാതികളുടെ എണ്ണം കൂട്ടുന്നതെന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരാവകാശ കമ്മീഷനുകളുടെ പ്രവർത്തനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് UDF സർക്കാർ കൊണ്ടുവന്ന യോഗ്യതാ തർക്ക വിഷയമായ 5 പേരുടെ പട്ടികയുണ്ടല്ലോ, അതിനെതിരെയാണ് സർക്കാർ ഒക്ടോബറിൽ സ്റ്റേ സമ്പാദിച്ചത്. അതേ സർക്കാരിന്, അതായത് ഇപ്പോഴത്തെ LDF സർക്കാരിന് സ്റ്റേ സമ്പാദിച്ചുകൊണ്ട് തന്നെ ഈ പുതിയൊരു കമ്മീഷണർമാരുടെ നിയമനത്തിന്റെ അനിവാര്യത കോടതിയെ സ്വമേധയാ അന്ന് തന്നെ ബോധ്യപ്പെടുത്തി നടപടികളിലേക്ക് പോകാമായിരുന്നോ? പക്ഷെ എന്തുകൊണ്ടാണ് സർക്കാർ അത്തരമൊരു നീക്കം നടത്താതിരുന്നത് മാസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും? തീർച്ചയായും ഒന്നാമത്തെ കാര്യം, 4 മാസം കഴിഞ്ഞു, സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നു, പുതിയ സർക്കാർ അധികാരമേറ്റു. 4 മാസം ഒന്നും ചെയ്യാതിരുന്നു ഈ സർക്കാർ. അതിന്റെ നിയമന പ്രക്രിയ ആരംഭിച്ചില്ല. പുതിയ വിജ്ഞാപനം നടത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് കോടതിയിൽ ബോധിപ്പിക്കുകയല്ലാതെ അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. അതിന്റെ നിയമപരമായ സാധുതയെക്കുറിച്ച് നിയമോപദേശം ചോദിച്ചില്ല.
അതിന്റെ വ്യക്തത തേടി ഒരു കോടതിയെയും സമീപിച്ചില്ല. അപ്പൊ എന്തുപറ്റി? ഇത്രയും സമയം കഴിഞ്ഞു, പ്രതികൂലമായി വിധി വന്നു. വിധി വന്നപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേറ്റത്. കാരണം ഈ 5 പേരും കൂടി വന്നാൽ പിന്നെയും കുഴപ്പമായല്ലോ. അപ്പോൾ പിന്നെയും കുറെ പരാതികൾ, ഈ വിവരങ്ങൾ കൊടുക്കാൻ പറയേണ്ടി വരും. കാരണം പ്രതിപക്ഷത്തുള്ള ആളുകളാണ് കമ്മീഷണർമാരായി വരുന്നത്. അതുകൊണ്ട് അത് തടയണം. ഞങ്ങളുടെ ആള് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ആള് വരരുത് എന്ന് തീരുമാനിക്കുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങി. ഇനി അതിലേക്ക് നോക്കണ്ട. കാരണം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൽപ്പാന്തകാലത്തോളം നീട്ടിക്കൊണ്ടു പോകാമെന്ന് സർക്കാർ കരുതുന്നു. അത് കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് ജനറൽ, അദ്ദേഹത്തിന് ഭരണഘടനാപരമായി അവകാശമുള്ളയാളാണ്. സർക്കാരിന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം. 15,000-ഓളം ഹർജികൾ കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇത് എളുപ്പം തീർപ്പ് കൽപ്പിക്കണമെന്ന് പറയാനുള്ള അവകാശം സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറലുണ്ട്. ഇതുവരെയും 1 വർഷമായല്ലോ. വിപ്ലവകരമായ നിയമത്തിന്റെ ഞാൻ വരാം. ശ്രീ രാജാജി, വിപ്ലവകരമായ ഈ നിയമത്തിന്റെ നടത്തിപ്പിൽ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തരംതാണ രാഷ്ട്രീയ കളിയാണ് അധികാരത്തിലേറിയതിനു ശേഷം ഇടതുമുന്നണി സ്വീകരിച്ചത്. ഇടതുമുന്നണി രാഷ്ട്രീയമായ ഒരു തീരുമാനം കൈക്കൊണ്ടു, അത് സർക്കാർ നടപ്പാക്കി, കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച് അതവിടെ ഇട്ടു. ഇതാണ് സംഭവം. ഇതൊരു തരംതാണ രാഷ്ട്രീയ കളിയാണ്. പക്ഷേ ആ യോഗ്യത സംശയമുണ്ട് എങ്കിൽ അതിനെ ചോദ്യം ചെയ്ത് സ്റ്റേ വാങ്ങിക്കുമ്പോൾ തന്നെ മറ്റ് നടപടികളും തുടരണമായിരുന്നു. പകരം നിങ്ങൾ പരസ്പരം ചില തൊടുന്യായങ്ങൾ പറഞ്ഞ് പരസ്പരം ഇതിന്റെ പേരിൽ തന്നെ തർക്കിച്ച് ആളുകളെ കബളിപ്പിക്കുകയും പരിഹാസ്യരാക്കുകയും കൂടി ചെയ്തു എന്നൊരു രാഷ്ട്രീയ തെറ്റുകൂടി ചെയ്തു. അതുകൊണ്ട് ശ്രീ രാജാജി, നിങ്ങൾക്കൊരു തെറ്റുപറ്റിയെന്ന് ഇപ്പോഴെങ്കിലും രാഷ്ട്രീയമായ ഒരു തിരിച്ചറിവുണ്ടെങ്കിലേ ഈ തെറ്റ് തിരുത്താൻ ഒരു രാഷ്ട്രീയമായ താല്പര്യവും ഇച്ഛാശക്തിയും LDF കാട്ടൂ. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ പോകൂ. അങ്ങനെ പോകാവുന്നതല്ല വിവരാവകാശ നിയമവും അതുവഴി ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശവും. ഒന്ന്, താങ്കൾ 2 വ്യത്യസ്ത വിഷയങ്ങളെ കൂട്ടിക്കുഴക്കുകയാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദ പ്രശ്നം അല്ലെങ്കിൽ തർക്ക പ്രശ്നം എന്ന് നിങ്ങൾ സൂചിപ്പിക്കുന്നത് ക്യാബിനറ്റ് വിവരാവകാശ നിയമപ്രകാരം ക്യാബിനറ്റ് തീരുമാനങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് എടുത്ത പ്രശ്നമാണ്. അതെ, ആ പ്രശ്നത്തിലാണ് CPIയുടെ അഭിപ്രായം പറഞ്ഞത്. അതേസമയം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് വിവരാവകാശ കമ്മീഷനിലെ നിയമനം സംബന്ധിച്ച പ്രശ്നം. ഇത് രണ്ടും കൂട്ടിക്കുഴക്കേണ്ടതില്ല. വിവരാവകാശ കമ്മീഷനിൽ ആളുകളെ നിയമിക്കാതെ, അതായത് അംഗങ്ങളെ നിയമിക്കാൻ വന്ന കാലതാമസം തീർച്ചയായിട്ടും അപലപനീയമാണ്. അല്ല, കൂട്ടിക്കുഴയ്ക്കുന്നു എന്ന് താങ്കൾ പറയുന്നതിൽ എനിക്ക് അതിനോട് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. നിങ്ങൾ ഈ തർക്കം തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായ പ്രശ്നമാണ് കമ്മീഷൻ അംഗങ്ങൾ ഇല്ലാതായത്. കോടതി വിധിയെ തുടർന്ന് ഇടതുമുന്നണി 1 മാസത്തിനകം വിധി നടപ്പാക്കണമെന്നൊരു നിർദ്ദേശം വന്നപ്പോൾ അതിനെ ഇടതുമുന്നണി രാഷ്ട്രീയമായി തള്ളുന്നു. ആ രാഷ്ട്രീയ തീരുമാനം സർക്കാർ ഏറ്റെടുക്കുന്നു. സർക്കാർ അതിന്റെ പിന്നാലെ പോയി സ്റ്റേ വാങ്ങുന്നു. ഇതേ കാലയളവിലാണ് ഈ കമ്മീഷനിൽ ആളില്ലാത്തപ്പോഴാണ് നിങ്ങൾ അതിലെ മന്ത്രിസഭാ തീരുമാനങ്ങളുടെ പേരിൽ പരസ്പരം കലഹിച്ചത്. ഇതിനെ വേർതിരിച്ച് കാണേണ്ടതേയല്ല. അടിസ്ഥാന പ്രശ്നത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുക. ഇത് നിങ്ങൾ തർക്കത്തിന് വേണ്ടിയിട്ട് ഈ 2 വിഷയങ്ങളെ ക്ലബ് ചെയ്ത് അവതരിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയം, മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദ വിഷയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPI ഉന്നയിച്ച വിഷയം, ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ യഥാസമയം വിവരാവകാശം അനുസരിച്ച് നൽകാൻ കഴിയുമോ കഴിയില്ല എന്നുള്ളതാണ്. അതൊരു വിഷയമാണ്. ശ്രീ രാജാജി, ഈ വിവരാവകാശത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ മുമ്പിൽ ശ്രീ രാജാജി രാഷ്ട്രീയമായി തന്നെ പറയാമല്ലോ, വിവരാവകാശത്തിന്റെ കാര്യത്തിൽ CPM-നേക്കാൾ ഊറ്റം കൊള്ളുന്നവരും അതിന്റെ ചാമ്പ്യന്മാരും ഞങ്ങളാണ് എന്നാണ് അതിലൂടെ CPI വ്യക്തമാക്കപ്പെട്ടത്, ഒരു നിലപാട് വരുത്തി തീർത്തത്, സമർത്ഥിച്ചത്. അങ്ങനെ വരുന്ന നിങ്ങൾക്ക് മറ്റാരേക്കാളും കുറെ കൂടി ജാഗ്രതയോടുകൂടി ഈ വിവരാവകാശ കമ്മീഷന്റെ ഗതി ഇതാണ്, അവസ്ഥ ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടുന്ന, തിരുത്തേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്തില്ല. പകരം ഈ കളി കളിച്ചു എന്നാണ് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത്. നിങ്ങൾ കളി കളിച്ചു എന്ന് പറയുന്നത് വെറുതെ നിങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ചർച്ചയ്ക്ക് വേണ്ടി അത്ര ഒരു ചർച്ച നടത്തുന്നതിന് അർത്ഥമില്ല. 2 വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ്. ഒരേ കാലത്ത് വ്യത്യസ്ത വിഷയങ്ങളിൽ CPI നിയമനം നടത്തുന്ന കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഇടപെട്ടില്ല എന്ന് നിങ്ങൾ ഒരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുന്നു. അതേസമയം അതും ഈ വിഷയവും കൂട്ടിക്കുഴയ്ക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഞാനൊന്ന് വരാം. ഏതായാലും നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. DB ബിനു, കമ്മീഷന്റെ അവസ്ഥ ഇതാണെന്നിരിക്കെ ഒരു വലിയ രാഷ്ട്രീയ കോലാഹലവും വിവാദവും
ശരിയാണ്, മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയണമോ, തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തണമോ എന്നതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അടിസ്ഥാനപരമായി കമ്മീഷൻ തന്നെ ഈ രൂപത്തിൽ നിൽക്കുമ്പോൾ അതിൽ വേണ്ട തീരുമാനങ്ങൾ സമയാസമയങ്ങളിൽ എടുക്കാതിരിക്കുകയും അതിന് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സർക്കാർ ഈ സ്റ്റേ അടക്കം സമ്പാദിക്കുന്ന അതേ കാലയളവിൽ ഇത്തരം രാഷ്ട്രീയ കോലാഹലങ്ങളാണ് കേരളവും മലയാളിയും കണ്ടുകൊണ്ടിരുന്നത്. മാസങ്ങൾ കഴിയുമ്പോൾ കമ്മീഷന്റെ ഈ ഗതികേട് പോലും ഇവർ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ താരതമ്യം ചെയ്യുകയും ഇതിലെ പൊള്ളത്തരം ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? ഇതില് നിലവിൽ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെയുള്ള ഹർജിയിൽ കേരള RTA ഫെഡറേഷനും കക്ഷി ചേർന്നിട്ടുണ്ട്. കാരണം ഇത് വളരെ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിൽ കക്ഷി ചേർന്നത്. ഗവൺമെന്റിന് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, കാരണം ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ തന്നെയായിരിക്കും അവരുടെ താല്പര്യം. പക്ഷേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവരാവകാശ പ്രവർത്തകരുടെ കൂട്ടായ്മയായ RTA ഫെഡറേഷൻ അതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് മന്ത്രിസഭാ തീരുമാനവുമാണ്. അതിൽ CPIയുടെ അഭിഭാഷക സംഘടന അതിൽ കക്ഷി ചേർന്നു. അപ്പൊ അതേ താല്പര്യം തന്നെ CPI ഇക്കാര്യത്തിലും കാണിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ശബ്ദം ഉയർത്താൻ കഴിയുന്ന ഒരു കക്ഷിയാണ് CPI LDF-ലെ. ഒരാളെയെങ്കിലും അഡ്വക്കേറ്റ് ബിനു, വിവരാവകാശ കമ്മീഷൻ ഫലപ്രദമായി ഉണ്ടായാലല്ലേ ഈ മന്ത്രിസഭാ തീരുമാനങ്ങളും സമയബന്ധിതമായി ചോദിക്കുന്നവർക്ക് കിട്ടൂ. 15,000-ഓളം അപേക്ഷകൾ കെട്ടിക്കിടക്കുകയും ഇനിയും കൂടുതൽ കെട്ടിക്കിടക്കാൻ മന്ത്രിസഭാ തീരുമാനങ്ങളും കൂടി നടപ്പാക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ ഉന്നയിക്കുമ്പോൾ അടിസ്ഥാന പ്രശ്നത്തെ അവഗണിച്ചാൽ സ്വാഭാവികമായും ഇത് രണ്ടും ഒരുപോലെ പരിഗണിക്കേണ്ടതല്ലേ? താല്പര്യങ്ങൾ എന്ത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരില്ലേ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വിൻസെന്റ് പോൾ തന്നെയാണ് ക്യാബിനറ്റ് രേഖകൾ നൽകണം എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവ് നടപ്പാക്കുകയാണ് LDF സർക്കാർ ചെയ്യേണ്ടത് എന്ന അഭിപ്രായമാണ് CPI ഉന്നയിച്ചത്. അതിൽ അവർ തെറ്റു, അത് ശരിയായൊരു നിലപാടാണ്, അത് ഒരു ഇടതുപക്ഷ നിലപാട് തന്നെയാണ്, അതിൽ തെറ്റു പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ തന്നെ അവർ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. കമ്മീഷണർമാരുടെ അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കാരണം ഇങ്ങനൊരു വാദം മുന്നണിയുടെ പൊതുധാരണയ്ക്ക് വിരുദ്ധമായി പരസ്യമായി എടുക്കാൻ, മന്ത്രിസഭാ തീരുമാനങ്ങളുടെ കാര്യത്തിൽ പരസ്യമായ നിലപാടെടുക്കാൻ ശ്രദ്ധിച്ചവർ എന്തുകൊണ്ട് ഇതറിയാതെ പോയി? അതോ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ചതാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുന്ന അവിടെയാണ് കാനവും രാഷ്ട്രീയമായി കാനവും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിയും ഉത്തരം പറയണം എന്ന് പ്രൈം ഡിബേറ്റിലൂടെ നമ്മൾ ഒരാവശ്യമില്ല. അത് ചർച്ചയുടെ ഒരു രസത്തിന് വേണ്ടി മാത്രമല്ല. ശ്രീ രാജാജി, ശ്രീ BV ഗിരി, ഇവിടെ മന്ത്രിസഭാ തീരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ ചർച്ച രൂപപ്പെട്ടു. അത് വിവരാവകാശ പ്രകാരം കിട്ടേണ്ടതുണ്ടോ നൽകേണ്ടതുണ്ടോ ആ തർക്കം. പക്ഷെ അതേസമയം തന്നെ ഈ കമ്മീഷൻ കൂടി ഈ അവസ്ഥയിലാകുന്നു എന്ന് വരുമ്പോൾ അതിനായിരുന്നില്ലേ ആദ്യ പരിഗണന കൊടുത്ത് അതിനെ കൂടുതൽ സജീവമാക്കാൻ, കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാനായിരുന്നില്ലേ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്? ആദ്യ പരിഗണന തീർച്ചയായിട്ടും അതിനായിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മന്ത്രിസഭാ തീരുമാനം ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് എനിക്ക് ഒരു അഭിപ്രായം അതിനെപ്പറ്റി പറയാനുണ്ട്. വിവരാവകാശ നിയമം വന്നിട്ട് ഇപ്പോൾ 12 വർഷമായി. ഈ 12 വർഷത്തിൽ കഴിഞ്ഞ 10 വർഷവും 10-10.5 വർഷവും ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾ വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് യാതൊരു തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ വിവാദം ഉണ്ടായത് 1.5 വർഷം മുമ്പാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന കാലത്ത് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം എടുത്തിരിക്കുന്ന കേരള ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്, ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾ വെളിപ്പെടുത്തുന്നത് when the matter is complete and over. ആ ഒരു സെന്റൻസിലാണ് പിടിച്ചിരിക്കുന്നത്. എപ്പോഴാണ് മാറ്റർ ഈസ് കംപ്ലീറ്റ് ആൻഡ് ഓവർ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മന്ത്രിസഭാ തീരുമാനം കംപ്ലീറ്റ് ആൻഡ് ഓവർ ആകുന്നത് ആ മന്ത്രിസഭയുടെ മിനിറ്റ്സ് മുഖ്യമന്ത്രി അംഗീകരിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രിസഭയ്ക്ക് അതിനകത്ത് ഒരു കാര്യമില്ല. മന്ത്രിസഭയുടെ മീറ്റിംഗിന്റെ മിനിറ്റ്സ് മുഖ്യമന്ത്രി അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ പോവുകയാണ്. പിന്നെ മന്ത്രിസഭയ്ക്ക് അതിനകത്തൊരു കാര്യമില്ല. അപ്പൊ മന്ത്രിസഭയെ സംബന്ധിച്ചുള്ളത് മാറ്റർ ഈസ് കംപ്ലീറ്റ് ആൻഡ് ഓവർ. പക്ഷെ അത് ഇപ്പൊ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അത് കോടതി തീരുമാനം. അപ്പൊ പിന്നെ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇതിനെ അതിലും വേഗതയോടെ തിരുത്താൻ സർക്കാരിന് കോടതിയിൽ പോകാമായിരുന്നു. അത് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഇതിനെ ബേസ് ചെയ്ത് ജിയോ ഇറക്കിയാൽ മാത്രമേ മാറ്റർ ഈസ് കംപ്ലീറ്റ് ആൻഡ് ഓവർ എന്ന് അംഗീകരിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ആയിക്കോട്ടെ. അപ്പൊ ഈ നമ്മുടെ വിവരാവകാശ നിയമം അനുസരിച്ച് 2 വിധത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു നടക്കുന്നത്. ഒന്ന്, അതിനെ ആക്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പബ്ലിഷ് എന്നുള്ള. പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആവശ്യപ്പെടാതെ
ഈ ഓരോ വകുപ്പും സ്വമേധയാ പബ്ലിഷ് ചെയ്യേണ്ട കുറേ ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ മറ്റൊരു വാക്ക് ഉപയോഗിച്ചത് ഡിസ്ക്ലോസ് ദ ഇൻഫർമേഷനാണ്. അതായത് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അയാളോട് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യും. ഈ രണ്ട് വിധത്തിലാണ്. ഈ മന്ത്രിസഭാ രേഖകളെ കാര്യത്തിൽ ആ ആക്ടിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് പബ്ലിഷ് എന്നുള്ള. അപ്പോൾ ഒരു മന്ത്രിസഭാ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വെൻ ദ മാറ്റർ ഈസ് കംപ്ലീറ്റ് ആൻഡ് ഓവർ, ആ തീരുമാനവും ആ തീരുമാനത്തിന് ആസ്പദമായ വസ്തുതകളും ആ എടുക്കാനുള്ള കാരണങ്ങളും, ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ. ഇത് പബ്ലിഷ് ചെയ്യണം. ഇതിൽ ആരും ആവശ്യപ്പെടണ്ട, സ്വമേധയാ പബ്ലിഷ് ചെയ്യണം. ഈ ഗവൺമെന്റ് വന്ന ശേഷം അല്ലെങ്കിൽ ഈ ആക്ട് വന്ന ശേഷം ഒരു വർഷം സാധാരണഗതിയിൽ ഒരു 250 മന്ത്രിസഭാ തീരുമാനങ്ങൾ ഉണ്ടാവുന്നതാണ് കണക്ക്. ഏതെങ്കിലും ഒരു തീരുമാനം അവർ സ്വമേധയാ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഇപ്പം ഒരു ബേസിസ് ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആരെങ്കിലും ഒരു പ്രൊപ്പോസൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് അതിനെപ്പറ്റി ഒരു പഠനങ്ങൾ നടത്തും, പഠനത്തെ പറ്റിയുള്ള റിപ്പോർട്ട് വരും. ഇതെല്ലാം പബ്ലിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കേസിൽ ഇവരിത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നഗ്നമായ ലംഘനം അവരെങ്ങനെ ബൈപ്പാസ് ചെയ്യാം, നിയമത്തെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ? ആ വിമർശനങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് കമ്മീഷനെ കുറിച്ച് തന്നെ കമ്മീഷന്റെ ഈ വല്ലാത്ത അവസ്ഥയും പുറത്തു വന്നത്. ഏതായാലും ശ്രീ രാജാജി, അവസാനമായി ഇത് പരിഹരിക്കണമെങ്കിൽ രാഷ്ട്രീയമായ ഒരു തീരുമാനം ഇടതുമുന്നണി എടുത്തുകൊണ്ട് മാത്രമേ കഴിയൂ. അതിന് മുൻ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ ഒരു നിർദ്ദേശം ഉണ്ട്. മറ്റൊന്ന്, കോടതിയിൽ വേഗത്തിൽ കേസ് നടത്തുക, ഒരു സ്റ്റേ വാങ്ങിച്ചിട്ടതോടുകൂടി എല്ലാമായി എന്ന മട്ടിൽ ഒരു കമ്മീഷനെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു പൊതു അവസ്ഥ ഇല്ലാതാക്കാൻ രാഷ്ട്രീയമായ തീരുമാനങ്ങളാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അതിനി വൈകിക്കൂടാ എന്നൊരു നിലപാടോ ബോധ്യമോ ഈ ചർച്ചയ്ക്ക് ശേഷം താങ്കൾക്കുണ്ടോ? അല്ല, ഇതിനകത്ത് ഈ വിഷയത്തിൽ നമ്മൾ തമ്മിലൊരു തർക്കത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. വിവരാവകാശ കമ്മീഷനിൽ നിയമനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും സ്വീകരിക്കണം എന്നുള്ളതിന് യാതൊരു തർക്ക വിഷയമേ അല്ല. സ്വീകരിക്കാത്തതുകൊണ്ടാണല്ലോ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിഗണിക്കും, അതിലെ ഘടകകക്ഷികൾ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു മാധ്യമ ചർച്ചയായിട്ട് പുതിയ സാഹചര്യത്തിൽ പ്രൈം ഡിബേറ്റ് ശ്രീ രാജാജി, പുതിയ സാഹചര്യത്തിൽ പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഇടതുമുന്നണി ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ, ഈ ആക്ഷേപം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ ഇടതുമുന്നണി എടുക്കേണ്ടതുണ്ടോ? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഗൗരവമായി പരിഗണിക്കുകയും ആ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. അക്കാര്യത്തിൽ തർക്കമേ ഇല്ല. ശ്രീ DB ബിനു, അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം വന്നാൽ മാത്രമല്ലേ ഒരു സർക്കാർ വേഗത്തിൽ പ്രവർത്തിക്കൂ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള 4 ഒഴിവുകൾ നികത്താനുള്ള ഒരു പരിശ്രമം വേറെയും നടത്താം. അങ്ങനെ സമയബന്ധിതമായി വേഗത്തിൽ പ്രവർത്തിക്കുന്നതിലേക്ക് ഈ സർക്കാർ പോകാൻ ഇനി വൈകിക്കൂടാ. അതിന് വേണ്ടത് രാഷ്ട്രീയ തീരുമാനം കൂടിയല്ലേ? തീർച്ചയായും ആ രാഷ്ട്രീയ തീരുമാനം ഇപ്പോൾ വൈകിയെങ്കിൽ പോലും ഈ വൈകിയ വേളയിലെങ്കിലും അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ CPI അവരുടെ ആ മുന്നണിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അത് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു സ്വാധീനത്തിന് വിധേയമായി ഗവൺമെന്റ് അത്തരത്തിലുള്ള തീരുമാനം എടുക്കട്ടെ. മറ്റ് കക്ഷികൾ അതിനെ പിന്തുണയ്ക്കണം. ബാക്കിയൊക്കെ പോട്ടെ, ഓരോ ഘടകകക്ഷിക്കും ഓരോരുത്തരെ വൈകി നിയമിക്കാൻ കഴിയുമോ എന്നുള്ള ആകർഷണമെങ്കിലും ഉണ്ടല്ലോ. അതെങ്കിലും ഉപയോഗിച്ച് ഈ സംവിധാനത്തെ പ്രവർത്തനക്ഷമമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത്. ദയവായി അത്തരമൊരു സാധ്യതയെങ്കിലും നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ എന്ന നിലയിൽ മനസ്സിലാക്കൂ എന്നാണ് DB ബിനു പറഞ്ഞതിലെ ഒരു ഗൗരവമായ വശം. യോഗ്യരായ ആളുകളെ കണ്ടെത്തി രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുത്ത് വിവരാവകാശ കമ്മീഷനെ ഈ വിധത്തിൽ ഒരു നോക്കുകുത്തിയാക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് ഇടതുമുന്നണി അടിയന്തരമായി പോകേണ്ടതുണ്ട്. അതൊരു ചർച്ചയുടെ ഹരം പിടിച്ച അജണ്ടയ്ക്കപ്പുറമുള്ള അനിവാര്യമായ യാഥാർത്ഥ്യമാണ്. അത് ഒരാൾ പോലും ഈ ചർച്ചയിൽ ശരിയല്ല എന്ന് പറഞ്ഞില്ല എന്നതുകൂടി പ്രേക്ഷകർ തിരിച്ചറിയും എന്ന് വിചാരിക്കുന്നു. ഏതായാലും സർക്കാർ കാട്ടിയ വലിയ അനാസ്ഥ അതൊരു യാഥാർത്ഥ്യമാണ്. ആ തെറ്റ് തിരുത്താൻ, എത്രയും വേഗം തിരുത്താൻ സർക്കാർ എന്ത് നടപടികൾ സ്വീകരിക്കും എന്നതാണ് യഥാർത്ഥത്തിൽ കാത്തിരുന്ന് കാണേണ്ടത്. അല്ലാത്തപക്ഷം വലിയ ഒരു വിവാദത്തെ സർക്കാർ ക്ഷണിച്ചു വരുത്തലാകും സ്വയം. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി ശ്രീ രാജാജി, മാത്യു തോമസ്, അഡ്വക്കേറ്റ് DB ബിനു, ശ്രീ BV ഗിരി, ശ്രീ ഭാ സുരേന്ദ്രബാബു ഞങ്ങളുമായി സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.